16-കാരിയുടെ ആത്മഹത്യ, കൊറിയൻ ബന്ധം കണ്ടെത്താനാവാതെ പോലീസ്. ഡിജിറ്റൽ തെളിവുകൾക്കായി ഫോറൻസിക് പരിശോധന. ചോറ്റാനിക്കരയിൽ കോറേക്കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ 16-കാരിയുടെ ആത്മഹത്യയിൽ കൊറിയൻ ബന്ധമുണ്ടോ എന്ന കാര്യത്തിൽ പോലീസിന് ഇനിയും വ്യക്തത ലഭിച്ചിട്ടില്ല. കൊറിയൻ സിനിമകളുടെയും വെബ് സീരീസുകളുടെയും സംഗീതത്തിന്റെയും കടുത്ത ആരാധികയായിരുന്ന പെൺകുട്ടി കൊറിയൻ ഭാഷ പഠിക്കാൻ ശ്രമിച്ചിരുന്നതായി എറണാകുളം റൂറൽ പോലീസ് വൃത്തങ്ങൾ വെളിപ്പെടുത്തി. എന്നാൽ കേസുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വ്യക്തിക്കോ ഗ്രൂപ്പിനോ നേരിട്ട് പങ്കുണ്ടോ എന്ന് സ്ഥിരീകരിക്കാൻ പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല. ജനുവരി 27-നാണ് പെൺകുട്ടിയെ കോറേക്കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കുട്ടിയുടെ സ്കൂൾ ബാഗിൽ നിന്ന് കണ്ടെടുത്ത 4 പേജുള്ള ആത്മഹത്യാക്കുറിപ്പിൽ സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട ഒരു കൊറിയൻ യുവാവിന്റെ മരണത്തിലുള്ള മനോവിഷമം കാരണമാണ് താൻ ജീവനൊടുക്കുന്നതെന്ന് എഴുതിയിരുന്നത്. എന്നാൽ ഇങ്ങനെയൊരു വ്യക്തി യഥാർത്ഥത്തിൽ ഉണ്ടോ അതോ ആരെങ്കിലും പെൺകുട്ടിയെ തെറ്റിദ്ധരിപ്പിച്ചതാണോ എന്ന കാര്യത്തിലാണ് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നത്. പ്രാഥമിക പരിശോധനയിൽ പെൺകുട്ടിയുടെ ഫോണിൽ നിന്ന് സംശയാസ്പദമായ ഒന്നും കണ്ടെത്താനായിട്ടില്ലെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഇതേ തുടർന്ന് ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകളും ചാറ്റ് ഹിസ്റ്ററികളും ഉൾപ്പെടെയുള്ള വിവരങ്ങൾ വീണ്ടെടുക്കുന്നതിനായി ഫോൺ തിരുവനന്തപുരത്തെ റീജിയണൽ ഫോറൻസിക് ലബോറട്ടറിയിലേക്ക് അയച്ചിരിക്കുകയാണ്. ഡിലീറ്റ് ചെയ്ത സന്ദേശങ്ങൾ ഉൾപ്പെടെ വീണ്ടെടുക്കാനാണ് ശ്രമം. ഫോറൻസിക് ഫലം ലഭിക്കാൻ സമയമെടുക്കുമെന്ന് എറണാകുളം ജില്ലാ പോലീസ് മേധാവി KS സുദർശനൻ അറിയിച്ചു. പെൺകുട്ടിയുടെ സുഹൃത്തുക്കളുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇവർക്കാർക്കും പെൺകുട്ടിക്ക് കൊറിയൻ സുഹൃത്ത് ഉണ്ടായിരുന്നതായി അറിവില്ല. ബ്ലാക്ക് വെനം എന്ന പേരിൽ ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിനെ കുറിച്ച് അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അത്തരമൊരു പേജോ അക്കൗണ്ടോ പെൺകുട്ടി പിന്തുടർന്നതായി സ്ഥിരീകരിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഓൺലൈൻ സൗഹൃദങ്ങളുടെ ചതിക്കുഴികളിൽ പെൺകുട്ടി അകപ്പെട്ടിട്ടുണ്ടോ എന്നും മറ്റാരെങ്കിലും വ്യാജ ID ഉപയോഗിച്ച് കുട്ടിയെ കബളിപ്പിച്ചിട്ടുണ്ടോ എന്നും പോലീസ് വിശദമായി പരിശോധിച്ചു വരികയാണ്. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.